ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഗ്രാജുവലി കൂടി വരുന്ന ഒരു രോഗാവസ്ഥയാണ് മറവി രോഗം അഥവാ ഡിമെൻഷ്യ. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, ആവശ്യത്തിന് സ്വത്തുണ്ട്, പണമുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ഈ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 80-85 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ, അതായത് മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം കണ്ടിരുന്ന ഈ ഒരു അവസ്ഥ ഇന്ന് 60കളിൽ തന്നെ ഒരുപാട് പേരെ പിടികൂടുന്നുണ്ട്. പലപ്പോഴും ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ തന്നെ മറവി രോഗം വരുമോ എന്ന് തോന്നിക്കുന്ന പല ലക്ഷണങ്ങളും പലരിലും കണ്ടുവരുന്നുണ്ട്. ഈ മറവി രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ മറവി രോഗം തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ആ ലക്ഷണങ്ങൾ എന്തെല്ലാം? മറവി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വിശദീകരിക്കാം. മറവി രോഗം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ഗ്രാജുവൽ ഡീജനറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ റീസെൻ്റ്ലി നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയില്ല. നമുക്കറിയാം ഈ സംഭവങ്ങൾ നമ്മുടെ തലച്ചോറിൽ എവിടെയോ ഉണ്ട്, പക്ഷെ അതിനെ ഓർത്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഈ മറവി രോഗം അഥവാ ഡിമെൻഷ്യയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ജനിതകമായി ഇത് പിടിപെടാനുള്ള സാധ്യത, നമ്മുടെ ജീൻസിനകത്ത് ഇതിൻ്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ. അൽഷീമേഴ്സ് രോഗമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽഷീമേഴ്സ് രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനിതകമായിട്ട് നമുക്കിതിൻ്റെ സാധ്യത ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ തലച്ചോറിലേക്കുള്ള കോശങ്ങൾക്ക് രക്തം കൊടുക്കുന്ന ഘടകങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ്. ഉദാഹരണത്തിന് നമ്മുടെ രക്തക്കുഴലിന് ഡാമേജ് വരിക, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുക. ഇതെല്ലാം നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം ക്രമേണ കുറയുകയും ഇത് രക്തക്കുഴലിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ഒട്ടും കൺട്രോളിലല്ലാത്ത പ്രമേഹ രോഗം, രക്തക്കുഴൽ ക്രമേണ നശിക്കുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ക്രമേണ ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിലേക്ക് ചെന്നെത്തിയെന്ന് വരാം. ഇതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നു, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിന് ഡാമേജ് ഉണ്ടാകുന്നു, ഇതും ക്രമേണ നിങ്ങൾക്ക് മറവി രോഗം അഥവാ ഡിമെൻഷ്യയിലേക്ക് ചെന്നെത്തിച്ചു എന്ന് വരാം. ഇതുകൂടാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചില പ്രശ്നങ്ങളും പലപ്പോഴും മറവിയിലേക്ക് എത്തിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. അമിതമായി പുകവലി ശീലമുള്ള ആൾക്കാർക്ക് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് വളരെ പെട്ടെന്ന് ഡാമേജ് വരികയും തലച്ചോറിലെ നാഡീകോശങ്ങൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഇത്തരക്കാർക്ക് മറവി പെട്ടെന്ന് വന്നു എന്ന് വരാം. അമിതവണ്ണം, ഇത് ഇന്ന് നമുക്ക് മറവി രോഗത്തിലേക്ക് ചെന്നെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. അടുത്തത് ഡിപ്രഷനാണ്. പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വിഷാദ രോഗം എന്ന് പറയുക. ഇത് പലർക്കും ശരിയായിട്ട് കണ്ടുപിടിക്കപ്പെട്ട് ശരിയായിട്ട് ചികിത്സ ചെയ്യാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇവർക്ക് മറവി രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായിട്ട് ഡിപ്രഷൻ, അമിതമായി ഉത്കണ്ഠ എന്ന് പറയുന്ന രോഗാവസ്ഥയുള്ളവർക്കും ഈ പ്രശ്നം ഉണ്ടാകാം. ഇത്തരക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പലപ്പോഴും ഐസൊലേറ്റ് ചെയ്തിരിക്കാൻ, അതായത് ഒറ്റയ്ക്കിരിക്കാൻ, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചുമൂടി ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇത്തരത്തിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മറവി രോഗം അഥവാ ഡിമെൻഷ്യ പിടിപെടാനുള്ള സാധ്യത ഏറെയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നലുള്ളവർക്ക്, പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം തന്നെ മറവി രോഗം അല്ലെങ്കിൽ ഓർമ്മക്കുറവ് പിടിപെടുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മാത്രമല്ല ഏറ്റവും പുതിയ ഉടനെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, വ്യായാമം ഒട്ടും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറവി രോഗം പിടിപെടാനുള്ള സാധ്യത ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മറവി രോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് നമ്മുടെ ഓർമ്മശക്തിയിലുണ്ടാകുന്ന പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും നമുക്കറിയാം, നമുക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം, പക്ഷേ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത്തത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആപ്റ്റായിട്ടുള്ള വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മൾ ചിലപ്പോൾ ഇപ്പം ഒരു സെൻറ്റൻസ് പറയുന്നതിൻ്റെ ഇടയിൽ വേണ്ട വാക്കിന് പകരം നമ്മൾ മറ്റൊരു വാക്കായിരിക്കും പറയാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. പലപ്പോഴും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് വരെ വല്ലാണ്ട് ദേഷ്യം വരിക, അമിതമായിട്ട് സങ്കടം വരുന്ന ഒരു സാഹചര്യം വരിക, ഇതും പലപ്പോഴും മറവി രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല, പലർക്കും ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ ആവശ്യത്തിന് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത് വരാം. അതായത് നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല, അറിയാണ്ടാണ് നമ്മുടെ മനസ്സിൽ നിന്നാണ് ചിരി വരുന്നത്. പലപ്പോഴും അത് വരാത്തൊരു സാഹചര്യം വരാം. വളരെ സങ്കടം വന്നാലും കരയാൻ സാധിക്കുന്നില്ല, എപ്പോഴും ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലിരുന്നു എന്ന് വരാം. ഇത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി നമുക്ക് മുഴുമിപ്പിക്കാൻ സാധിക്കത്തില്ല, പലപ്പോഴും എങ്ങനെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ. ഇത് കാരണം പലപ്പോഴും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. നമുക്ക് പലപ്പോഴും നമ്മൾ പണ്ട് വൃത്തിയായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നറിയാതെ നമ്മൾ ആ പട വല്ലാണ്ട് മാനസികമായി വിഷമത്തിലാകുന്ന ഒരവസ്ഥ.
ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ചില സ്റ്റോറി ലൈൻ പിന്തുടരാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരാൾ നമ്മളോട് കഥ പറയുന്നു, അവരിങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പകുതി വെച്ച് വിട്ടുപോകും, തുടക്കം എന്താണെന്ന് മറന്നുപോകും. പലപ്പോഴും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലൈമാക്സ് കണ്ടതിന് ശേഷം ആലോചിക്കും നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാം. മാത്രമല്ല ഇത്തരക്കാർ വാഹനം ഓടിക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള വാഹനമായിട്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ എത്ര പവറിൽ ബ്രേക്ക് ചവിട്ടിയാൽ വാഹനം നിൽക്കും, നമുക്ക് വാഹനം ഒരു സൈഡിലേക്ക് തിരിക്കുന്നതിന് എത്രത്തോളം സ്പേസ് വേണം, ഇങ്ങനെ നമ്മൾ എത്ര വിദഗ്ധനായ ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും നമുക്ക് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കാല് വയ്ക്കുന്നത് ശരിയാണോ എന്നൊരു ഡൗട്ട് വന്നിട്ട് വീഴാൻ ശ്രമിക്കും. നമ്മൾ സ്പീഡിൽ നടക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് പോകുന്നൊരു തോന്നൽ വരാം. ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വഭാവത്തിനെയും ഒരേപോലെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ക്രമേണ മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് ഓർമ്മക്കുറവായി അനുഭവപ്പെട്ടു തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും നല്ല ജോലിയിൽ നിൽക്കുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ സമൂഹത്തിലോ കുടുംബത്തിലോ എല്ലാം നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് ബഹുമാനം കിട്ടുന്ന ഒരാളായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു പ്രശ്നം നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട്, തിരിച്ചറിയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും, ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കും. ക്രമേണ നമ്മൾ സമൂഹത്തിൽ നിന്നും അകന്നു പോകും. ഈ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് പറ്റും, വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം കൂടി വരുന്നതാണ്. അതായത് നമുക്ക് നോർമലി പോകുന്ന ഒരാൾ ഒരു 5 വർഷം കൊണ്ട് പെട്ടെന്ന് മറവി രോഗത്തിലേക്ക് കൂപ്പുകുത്തി എന്ന് വരാം. ഈ ഒരു രീതിക്കാണ് പലപ്പോഴും ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം കൂടി വരുന്നത്. മറവി രോഗം പിടിപെടാതെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലൻസ്ഡ് ഡയറ്റാണ്. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഭക്ഷണ രീതി നിങ്ങൾക്കറിയാമല്ലോ. മധുരം, ഉപ്പ്, എരിവ്, അതേപോലെ ഫൈബർ ഇല്ലാത്ത ആഹാരങ്ങൾ, അമിതമായി കാലറി ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, ജ്യൂസുകൾ, ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വല്ലപ്പോഴും മാസത്തെ ഒരിക്കൽ നമ്മൾ ആഘോഷമായി കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ ദിവസവും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നു. ഇത് ഇന്നത്തെ ഒരു തലമുറയെ വളരെ പെട്ടെന്ന് മറവി രോഗത്തിലേക്ക്, ബ്രെയിൻ സെല്ലുകൾ ഡാമേജ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ഡയറ്റ് നിർബന്ധമായും എടുത്തിരിക്കണം. ഉയർന്ന അളവിൽ ഫൈബറുള്ള പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായി ഉപ്പ്, അമിതമായി മധുരം, ഉയർന്ന കാലറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കുറയ്ക്കുക തന്നെ വേണം. കാരണം നമ്മുടെ കുട്ടിക്കാലം പോലുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഉയർന്ന കാലറിയുള്ള ഇപ്പോഴത്തെ ബിസ്ക്കറ്റുകളൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ, എന്തുമാത്രം കാലറി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ പലഹാരങ്ങളാണ് അവർ കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഗ്രാജുവലി അവരുടെ ഒരു ചെറുപ്പം കഴിയുമ്പോൾ തന്നെ അവരുടെ തലയിലെ കോശങ്ങൾക്ക് പ്രോബ്ലം വന്നു എന്ന് വരാം. അതുകൊണ്ട് ഇത്തരത്തിൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് വ്യായാമമാണ്. ലോകത്തെമ്പാടും മറവി രോഗത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്ക് വ്യായാമം ഇല്ലാത്തവരെ അപേക്ഷിച്ച് മറവി രോഗം പിടിപെടാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും റെഗുലറായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് അമിതമായിട്ടുള്ള പുകവലി ശീലം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുകവലി എങ്ങനെയാണ് മറവി രോഗത്തിലേക്ക് എത്തിക്കുന്നതെന്ന്. അതുകൊണ്ട് പുകവലി ശീലം ഒഴിവാക്കുക, മദ്യപാനം വളരെയധികം ലിമിറ്റ് ചെയ്യുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഉയർന്ന രക്തസമ്മർദ്ദം നമ്മുടെ തലച്ചോറിലേക്കുള്ള കുഴലുകളെ ഡാമേജ് വരുത്തുകയും പലപ്പോഴും സ്ട്രോക്ക് ആയിട്ട് വന്നില്ലെങ്കിൽ പോലും തലച്ചോറിലെ ചെറിയ ചെറിയ രക്തക്കൊള്ളുകൾ ഡാമേജ് ആയി ചെറുതായിട്ട് പൊട്ടി അവിടെ ക്ലോട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സാഹചര്യം മറികടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കണം, അമിതവണ്ണം നിയന്ത്രിക്കണം, പ്രമേഹ രോഗം നിയന്ത്രിക്കണം. ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിനെ നമുക്ക് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹം ഏറെ ആശങ്കയോടെ കാണുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.